ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. എടാ, നീ വിഷ്ണുവോ പരമശിവനോ എന്തും ആയിക്കോട്ടെ, നീ ആദ്യം ലോറിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങ്. നിന്റെ ലോറിയിലെ സ്പിരിറ്റ് കടത്തുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. ചന്ദ്രബോസിൻ്റെ കൂട്ടാളികളാണ് ഇവരെന്ന് നമുക്ക് നല്ലതുപോലെ മനസ്സിലാവും. ചന്ദ്രബോസ് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ ആ ലോറിയുടെ നമ്പരും വിഷ്ണു എന്ന പേരും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് പോലീസുകാർ ആ വണ്ടി തടഞ്ഞത്. കറക്റ്റായിട്ട് എത്ര ക്യാൻ സ്പിരിറ്റാണ് ആ ലോറിയിൽ വെച്ചിരിക്കുന്നതെന്നും അത് എവിടാ വെച്ചിരിക്കുന്നതെന്നും എല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ്. അതായത് എന്നെ കണ്ടാൽ കിണ്ണം കെട്ടവനാണെന്ന് തോന്നുമോ, കറക്റ്റായിട്ട് അളവും സ്ഥലവും എല്ലാം പോലീസുകാർക്ക് നേരത്തെ പറഞ്ഞു വെച്ചതുകൊണ്ട് പോലീസുകാർക്ക് അധികം തേടേണ്ട കാര്യം ഒന്നും വന്നില്ല. നിഷ്കളങ്കരായ ആ പോലീസുകാർ ഒന്നും അറിയാത്ത ഭാവത്തിൽ പോലീസുകാർ കറക്റ്റായിട്ട് ആ ഇടം നോക്കി തന്നെ ആ ക്യാൻ രണ്ടും പൊക്കുവാണ്. 2 കന്നാസും നിറച്ചുണ്ട് സാറേ സ്പിരിറ്റ് എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണു ആകെ ഞെട്ടിപ്പോയി. ഇട കമല, സ്പിരിറ്റോ? വിശ്വസിക്കാനാകാതെ വിഷ്ണുവും കമലനും കൂടെ ചെന്ന് നോക്കുമ്പോൾ സ്റ്റാച്യു പോലെ 2 പോലീസുകാർ അങ്ങനെ സ്പിരിറ്റും പിടിച്ചോണ്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി വേറെ കന്നാസ് വല്ലതും ഉണ്ടോയെന്ന് നോക്കടോ. അവരിങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു വണ്ടി ചീറിപ്പാഞ്ഞ് അങ്ങോട്ട് വരുന്നുണ്ട്. ക്യാമറയും മൈക്കും ഒക്കെ ആയിട്ട് മീഡിയക്കാരാണ് വന്നിരിക്കുന്നത്. പാവത്തങ്ങൾ ഉറങ്ങിയപ്പോൾ സ്വപ്നം വന്നു കാണും, അതായിരിക്കുമല്ലേ കറക്റ്റായിട്ട് ആ സമയത്ത് മീഡിയക്കാരെത്തിയത്. വിഷ്ണുവിനോടാ പോലീസുകാരൻ ചോദിക്കുന്നത്, ഇത് ആർക്ക് കൊടുക്കാൻ കൊണ്ടുപോടാ? സാറെ, സത്യമായിട്ടും ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ. നിനക്കറിയാൻ വയ്യെങ്കിലേ നിന്നെ എല്ലാം ഞങ്ങൾ അറിയിച്ചോളാടാ. നല്ല ആത്മാർത്ഥതയുള്ള പോലീസുകാരൻ വാങ്ങിക്കുന്ന പൈസയ്ക്ക് നന്ദി കാണിക്കണ്ടേ? മീഡിയക്കാരോട് പറയുന്ന എന്താണ്ട് ഇവന്മാരെയും ആ കന്നാസും കൂടെ ചേർത്ത് നിർത്തി വേണം ഫോട്ടോ എടുക്കാൻ. നന്ദി അല്പം കൂടിപ്പോയോ എന്നൊരു സംശയം. പോലീസുകാർ ഓരോരുത്തരും ചേർന്ന് നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. തലയിൽ ആൾതാമസമില്ല, മരമണ്ടന എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിരുന്ന നമ്മുടെ കമലിന് ശരിക്കും നല്ല ബുദ്ധിയുണ്ട്. ആശാനെ, എല്ലാ ചാനലുകാരെയും കൂടെ വിളിച്ച് വരുത്തിയുള്ള കളിയാണിത്. അവർ ഉന്നം വെച്ചിരിക്കുന്ന ആശാനെയല്ല, അവർ ഏട്ടത്തിയമ്മയാണ് ഉന്നം വെച്ചിരിക്കുന്നത്. എടാ കമല, നമ്മളിനി എന്തു ചെയ്യും? ആശാനെ, തൽക്കാലം ഒന്നും ചെയ്യാനില്ല. ആശാനെ എളുപ്പം ഇവിടുന്ന് വിട്ടോ, കുറ്റം ഞാൻ ഏറ്റെടുത്തോളാം. എടാ, നീ എന്തൊക്കെയാടാ പറയുന്നത്? അതൊന്നും പറ്റത്തില്ല ആശാനെ. ആശാൻ പുറത്തുണ്ടെങ്കിൽ മാത്രമേ എന്നെ ഇറക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ എൻ്റെ ആശാൻ അകത്ത് പോയാൽ എല്ലാം പാളും ആശാനെ. എടാ കമല, എന്നാലും അവരുടെ മുന്നിൽ ഞാൻ നിന്നെ എങ്ങനെ വിട്ടിട്ട് പോകും? ആശാനെ, അതൊന്നും നോക്കണ്ട, ആശാൻ വിട്ടോ ആശാനെ, ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞ് കമലൻ വിഷ്ണുവിനെ നിർബന്ധിച്ച് അവിടുന്ന് ഓടിക്കുവാണ്. വിഷ്ണു ഓടുന്ന കണ്ട് പോലീസുകാരെ നിൽക്കടാ അവിടെ എന്നും പറഞ്ഞ് അവരും പുറകിന് ഓടുന്നുണ്ട്. മീഡിയക്കാരും ഓടുന്നുണ്ട്. വിഷ്ണു ഓടുന്നതിൻ്റെ വിഷ്ണുവിൻ്റെ പുറകുവശം മാത്രമേ മീഡിയക്കാർക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുള്ളൂ. ഉള്ളത് കൊണ്ട് ഓണം എന്ന പോലെ മീഡിയക്കാർക്ക് അത്രയും മതിയല്ലോ കുറേ നാളത്തേക്ക് വെച്ച് കാച്ചാൻ. വിഷ്ണുവിനെ കിട്ടാത്ത ദേഷ്യത്തിന് ആ പോലീസുകാരൻ കമലൻ്റെ കർണക്കുറ്റിക്ക് അടിക്കുന്നുണ്ട്. കമലൻ നല്ല വൃത്തിയായിട്ട് ചിരിച്ചോണ്ട്, ആശാനെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. എൻ്റെ ആശാനെ ഓട്ടത്തിലും ചാട്ടത്തിലും ഒക്കെ ഹീറോയാ. സ്പിരിറ്റ് കടത്തിയിട്ട് നിന്ന് വാചകടിക്കുന്നതാ പന്ന എന്നും പറഞ്ഞ പോലീസുകാരൻ കമലൻ്റെ കുത്തിന് പിടിച്ച് അടിക്കുന്നുണ്ട്. അവനെ കിട്ടിയില്ലെങ്കിൽ ഇന്ന് നിന്റെ നാശവാട എന്ന് പോലീസുകാരൻ പറയുമ്പോൾ കമലൻ ഒരു കൂസലുമില്ലാതെ പറയാം, അത് ഞാൻ വരവ് വെച്ചിരിക്കുന്നു സാറേ. എന്നാലും നിങ്ങൾക്ക് എൻ്റെ ആശാനെ കിട്ടില്ല. ആശാനെ ഞങ്ങൾക്ക് വേണ്ടടാ, നിന്നെ മതിയടാ. നിന്നെ വെച്ചേ നിൻ്റെ ആശാനെ എങ്ങനെ വരുത്തണമെന്ന് ഞങ്ങൾക്കറിയാം, അങ്ങനെ വരുത്തിക്കോളാടാ. ആ വിരട്ടിലൊന്നും നമ്മുടെ കമലൻ ഒരു കൂസലുമില്ല. കമലൻ അങ്ങനെ ചിരിച്ചോണ്ട് തന്നെ നിൽക്കുവാണ്. ശ്യാമയാണെങ്കിൽ തലയ്ക്ക് കൈയും കൊടുത്തു വെച്ചോണ്ട് ഇങ്ങനെ ആലോചിക്കുവാണ്, ഇങ്ങോട്ട് വന്നത് തെറ്റായിപ്പോയോ? വിഷ്ണുവിനോട് പറഞ്ഞതും പ്രവർത്തിച്ചതുമൊക്കെ വലിയ അപരാധമായിപ്പോയല്ലോ. എത്ര നന്ദി കെട്ടവളാ ഞാനെന്ന് വിഷ്ണുവേട്ടൻ ചിന്തിച്ചു കാണുമല്ലോ. ഇങ്ങനെയൊക്കെ ചിന്തിച്ചിങ്ങനെ ശ്യാമ ഇരിക്കുമ്പോൾ നല്ല ഫിറ്റിൽ ആടിക്കുഴഞ്ഞ് സംസാരിക്കാൻ പോലും വയ്യാതെ രോഹിത് അങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, എന്താടി നാട് വിട്ടുപോയ നിന്റെ തന്ത വല്ലയിടത്തും കിടന്ന് ചത്തോടി? അതോ അങ്ങേര് തിരിച്ചു വന്നോ? തിരിച്ചു വന്നെങ്കിൽ പിന്നെ നിന്റെ അമ്മയുടെ റിയാക്ഷനും ഇതുപോലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. രോഹിത്തെ പ്ലീസ്, എനിക്ക് തലവേദന എടുത്തിരിക്കുക. എടി നീ ആടി ഇപ്പൊ എൻ്റെ തലവേദന. ഈ തലവേദന എന്നൊന്നും പറഞ്ഞാൽ പോരാ, ഈ ചെന്നിക്കുത്തെന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ തലവേദനയാ. അല്ലെങ്കിലേ പണ്ടും നിനക്ക് ഈ കിടക്കാൻ നേരത്ത് ഈ തലവേദന ഉള്ളതാ. ഇനി എനിക്കെതിരെയുള്ള സമരമൊന്നും അല്ലല്ലോ ഇത്. എന്തായാലും എനിക്ക് നിന്നെ ഇപ്പം ശരിക്കും വേണ്ട. പൂർണ്ണമായിട്ടും നിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് അങ്ങ് ഒഴിവാക്കി. കാരണം എന്താണെന്ന് വെച്ചാൽ നിന്നെ എനിക്ക് വെറുപ്പാ. പിന്നെ എന്തിനാ രോഹിത്തെ എന്നെ തിരിച്ചു വിളിച്ചത്? നിങ്ങളുടെ ഇവിടുത്തെ പേക്കൂത്ത് കാണാനോ? കരഞ്ഞോണ്ട് ശ്യാമ പറയുക, ഞാൻ എൻ്റെ വീട്ടിൽ മനസമാധാനത്തോടെ അല്ലേ കഴിഞ്ഞുകൊണ്ടിരുന്നത്, അവിടെ നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്ന് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചു.
അല്ലെങ്കിലും ഇതൊരു വീടാണോ രോഹിത്തെ? കുറെ ആഭാസന്മാർ ചേർന്നുള്ള ഒരു പങ്ക് കച്ചവടം, അതിനു വേണ്ടിയുള്ള ഒരു സ്ഥലം. 2 നേരം പൂജാമുറിയിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സത്യാമ്മയുടെ ആ പൂജാ റൂമിൽ നിങ്ങൾ മദ്യവും മദ്യക്കുപ്പികളും കൊണ്ട് നിറച്ചല്ലോ. ഓരോ ദിവസം ചെല്ലുംതോറും രോഹിത്തെ നിങ്ങൾ പരാജയത്തിൻ്റെ പടുകുഴിയിൽ ചെന്ന് വീഴുവാണ്. ഇതിൽ നിന്ന് ഇനിയൊരു മോചനം നിങ്ങൾക്കുണ്ടാകുമെന്ന് രോഹിത്തെ എനിക്ക് തീരെ വിശ്വാസമില്ല. ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാക്കണമെന്നും സമാധാനത്തോടെ കഴിയണമെന്നും ഒക്കെ എൻ്റെ രോഹിത്തെ നിങ്ങൾക്ക് ഒരു വിചാരവും ഇല്ലേ? രോഹിത്ത് നാക്ക് കുഴഞ്ഞുകൊണ്ട് പറയുക, എന്തോന്ന് കുടുംബജീവിതം? കുടുംബജീവിതത്തിന് വേണ്ടതേ ഐക്യമാണ്, പിന്നെ പരസ്പരമുള്ള കമ്മിറ്റ്മെൻറ്റ്. അക്കാര്യത്തിൽ നമ്മൾ പണ്ടേ അങ്ങ് തെറ്റി. പിന്നെ എങ്ങനെയാടീ ഒന്നിച്ച് നീ പറയുന്ന പോലെ കുടുംബജീവിതം ഉണ്ടാക്കുന്നത്? എനിക്കിനി ഇങ്ങനെയൊക്കെ തന്നെ അങ്ങ് പോയാൽ മതി. ദിവസവും 2 എണ്ണം അടിക്കണം, എന്നിട്ട് വന്ന് നിൻ്റെ അടുത്ത് കുറച്ച് ഒച്ച ഉണ്ടാക്കണം, എന്നിട്ട് എവിടെയെങ്കിലും ചുരുണ്ട് കൂടി അങ്ങ് കിടക്കണം. അത്രേ ഉള്ളു നീ യോഗത്തിന്. അതിനപ്പുറം ഒരു ചിന്തയും എനിക്കില്ല. നിനക്കിനി അങ്ങനെ വല്ലതും ചിന്തയുണ്ടായിട്ടായി തലവേദന വന്നതെങ്കിൽ അതങ്ങ് വിട്ടേക്കടി എന്നും പറഞ്ഞ് ശ്യാമയെ പിടിച്ച് തെള്ളിയിട്ട് രോഹിത് അവിടെ കിടക്കുവാണ്. ഇനി വെറുതെ അവിടെ നിന്ന് മോങ്ങി ഇല്ലാത്ത അഭിനയം കാഴ്ചവെച്ച് ഉർവശി അവാർഡൊന്നും വാങ്ങിച്ച് ഈ ഷോക്കേസിലൊന്നും വെക്കണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട് രോഹിത്ത്. രോഹിത്തെ, എൻ്റെ തലവേദനയെ ഇവിടുത്തെ ചുറ്റുപാട് തന്നെ. എനിക്കിവിടെ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതൊരു വീടല്ലല്ലോ, ഇതൊരു സത്രമല്ലേ. വരുന്നവർക്കും പോകുന്നവർക്കും കയറി വരാനുള്ള അവകാശമുള്ള ഒരു സത്രം. എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ഇവിടെ കയറി വരാം. അവരുടെ മുന്നിൽ മദ്യക്കുപ്പിയുമായി നിങ്ങളും ഉണ്ടാവും. നിങ്ങളെ ഊട്ടാനും ഉറക്കാനും ആ സുസ്മിതയും വരും. പിന്നെ എനിക്ക് എന്താണ് ഇവിടെ ഒരു റോള്? എനിക്ക് അറിയാഞ്ഞിട്ട് ചോദിക്കുക രോഹിത്തെ, ശരിക്കും ഞാൻ ഇവിടെ ആരാ? ഞാൻ ഭാര്യയാണോ അതോ ഇവിടുത്തെ വേലക്കാരിയോ? രോഹിത്ത് പറയുക, ഇതിലേതാ നീ എന്ന് നീ തന്നെ അങ്ങ് തീരുമാനിച്ചാൽ മതി. ഏതായാലും ഈ രോഹിത്തിന് 2 ഒരുപോലെ തന്നെ. ഇവിടെ ആരെയും ഞാൻ ബലമായിട്ട് പിടിച്ചു വെച്ചിട്ടില്ല. താല്പര്യം ഉണ്ടെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ പോകാം. ഇതൊരു സത്രം തന്നെ. എൻ്റെ സുഹൃത്തുക്കളെല്ലാം എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരും. അതൊക്കെ സഹിച്ച് നിനക്ക് നിൽക്കാമെന്നുണ്ടെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി. ശാരദാമ്മ രാവിലെ ശാലിനിക്ക് ചായ കൊടുക്കുന്നു. ശാലിനി സത്യമോളെ തിരക്കുന്നു. ആ സമയത്ത് അനുവിൻ്റെ ഫോൺ ശാലിനിക്ക് വരുന്നുണ്ട്. മാഡം, ആ ന്യൂസ് ചാനലൊന്ന് വെക്കാവോ? എന്താ അനു, എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വിഷയമാണോ? അതേ മാഡം, സംതിങ് സീരിയസ്. പെട്ടെന്ന് ശാലിനി TV ഓൺ ചെയ്യുമ്പോൾ കേൾക്കുന്നത് കേരള പോലീസും എക്സൈസിൻ്റെ സംയുക്തമായ മേൽനോട്ടത്തിൽ നടത്തിയ സ്പിരിറ്റ് വേട്ടയിൽ തിരുവനന്തപുരം ജില്ലാ കളക്ടർ ശാലിനിയുടെ ഹസ്ബൻഡായ വിഷ്ണുവിൻ്റെ സഹായിയായ ലോറി ക്ലീനർ കമലൻ അറസ്റ്റിൽ. ലോറിയിൽ സൂക്ഷിച്ചിരുന്ന 2 കന്നാസ് സ്പിരിറ്റ് ലോറിയിൽ നിന്നും കണ്ടെത്തി. വിഷ്ണു ഓടിച്ചിരുന്ന ലോറിയും കമലനെയും പോലീസിനെയൊക്കെ ഇങ്ങനെ TV കാണിക്കുവാണ്. ജില്ലാ കളക്ടർ ശാലിനിയുടെ ഹസ്ബൻഡായ വിഷ്ണു പോലീസിനും എക്സൈസിനും പിടികൊടുക്കാതെ ഓടുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഒരു സൈഡിൽ ന്യൂസ് ഓടുകയും ശാലിനിയും വിഷ്ണുവും കൂടെ നിൽക്കുന്ന ഫോട്ടോ ഇടുന്നുണ്ട്. കമലനെ പോലീസുകാർ ഇടിക്കുകയൊക്കെ ചെയ്യുന്ന സീൻ ഇടുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ശാലിനിയും ശാരദാമ്മയും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. എന്തുവാ മോളെ ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ? എൻ്റെ അമ്മേ, ഞാനും ഇപ്പോൾ ആ ഒരു അവസ്ഥയിൽ തന്നെ അമ്മ നിൽക്കുന്നത്. ഇതിപ്പോൾ എന്താ സംഭവിച്ചതെന്ന് എനിക്കും അറിയില്ല. ഈശ്വര, വിഷ്ണുവേട്ടനിപ്പോൾ എവിടെയാ എന്നും പറഞ്ഞ് ശാലിനി വിഷ്ണുവിനെ വിളിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഫോൺ കിട്ടുന്നില്ല, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഇതാരോ നമ്മുടെ വിഷ്ണുവിനെ മനഃപൂർവ്വം കുടുക്കിയതാ മോളെ. ആരോ ചതിച്ചത് തന്നെയാ മോളെ. എങ്ങനെ ആയാൽ എന്താമ്മേ, ഇപ്പോൾ ഒളിച്ചു നടക്കേണ്ട അവസ്ഥയായി പോയില്ലേ? ഇനിയിപ്പോൾ എന്തൊക്കെയാ സോഷ്യൽ മീഡിയക്കാർ പറഞ്ഞു പിടിപ്പിക്കാൻ പോകുന്നതെന്നും അറിയില്ല. ഇതൊന്നും സത്യമല്ലെന്ന് നമുക്ക് മാത്രമല്ലേ അറിയാവൂ. വിഷ്ണുവേട്ടൻ അങ്ങനൊന്നും ചെയ്യില്ലെന്ന്. പക്ഷേ അത് വല്ലതുമാണോ അവർ പറയാൻ പോകുന്നത്? പോലീസിൻ്റെയും എക്സൈസിൻ്റെയും കണ്ണ് വെട്ടിച്ച് സ്പിരിറ്റ് കടത്തുന്ന ഒരു തികഞ്ഞ മെയ്വഴക്കക്കാരൻ്റെ കൂട്ടാണ്. ഇതൊരു നിത്യത്തൊഴിൽ അഭ്യാസക്കാരനെ പോലെ കൊണ്ടു നടക്കുന്ന ആളാണ് വിഷ്ണുവെന്നാണ് പോലീസിൻ്റെ സൈഡിൽ നിന്നും അറിയാൻ കഴിഞ്ഞത്. പല നാൾ കട്ടാൽ ഒരു നാൾ പിടിപെടുമെന്നും വളരെയധികം നാളുകൊണ്ട് വിഷ്ണു പോലീസിൻ്റെ എക്സൈസിൻ്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നും അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ചന്ദ്രബോസ് ഞങ്ങളുടെ ലേഖകനോട് പറഞ്ഞു. ചന്ദ്രബോസിൻ്റെ പേര് കേട്ടതും ശാരദാമ്മ പറയാ, മോളെ ഇനി ഒന്നും ചിന്തിക്കാനില്ല, ചന്ദ്രബോസാണ് ഇതിൻ്റെ പിന്നിൽ കളിച്ചത്. പക്ഷേ ഇതിപ്പോൾ തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ അമ്മേ. ഇതിപ്പം ലോറിയും കമലനെയും പിടിച്ച സ്ഥിതിക്ക് വിഷ്ണുവേട്ടൻ സറണ്ടർ ആകാതെ വേറെ വഴിയില്ല. അപ്പോഴേക്കും ശാലിനിയുടെ ഫോണിലേക്ക് ഓരോരോ ഫോൺ കോൾ വരുന്നുണ്ട്. ഓരോ ചാനലുകാരും വിളിച്ച് ഓരോന്നോ അന്വേഷിക്കുവാണ്. സഹി കെട്ട് ശാലിനി ആരുടെയും ഫോൺ എടുക്കാതെയായി. മറ്റുള്ളവരുടെ വേദന വിറ്റ് കാശാക്കാൻ വേണ്ടി ചാനലുകൾ മത്സരിക്കുക അമ്മേ.
വിഷ്ണുവിനെ വീണ്ടും ശാലിനി വിളിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ വിഷ്ണുവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അനു വിളിച്ചിട്ട് പറയുന്ന മേഡം ഞാൻ ഇപ്പോൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്, ഒരു 2 മിനിറ്റ് ഞാൻ അവിടെ എത്തും. എന്തൊരു ജീവിതം അമ്മയെ നമ്മുടേത്, ഒന്ന് മാറുമ്പം മറ്റൊന്ന്. ഇത്രയൊക്കെ അനുഭവിക്കാൻ നമ്മളിത് എന്ത് തെറ്റാ ചെയ്തത്? ഇന്നലെ രാത്രി മുഴുവൻ വിഷ്ണുവേട്ടൻ ഒളിക്കാനായിട്ട് പാവം എവിടെയൊക്കെ ഓടിയിട്ടുണ്ടാകും. വിഷ്ണുവേട്ടനെ കയ്യിൽ കിട്ടിയാൽ ചന്ദ്രബോസ് എല്ലാ കലിയും തീർക്കും. അത് വിഷ്ണുവേട്ടനെ നല്ലതുപോലെ അറിയാം. അതുകൊണ്ടായിരിക്കും വിഷ്ണുവേട്ടൻ പിടികൊടുക്കാത്തത്. അപ്പോഴങ്ങോട്ട് അനു വന്നിട്ട് പറയുവാണ്, മേഡം എന്തോ വലിയ ചതിയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ മേഡത്തിനെതിരെ കൂട്ടത്തോടൊരാക്രമണത്തിൻ്റെ സാധ്യതയുണ്ട്. അതിനുള്ള ഒരുക്കങ്ങൾ അവിടെ അണിയറയിൽ നടക്കുന്നുമുണ്ട്. മേഡത്തിൻ്റെ ഔദ്യോഗിക പദവിയുടെ മറവിലാണ് സാർ ഈ സ്പിരിറ്റ് ബിസിനസ് നടത്തുന്നതെന്നൊക്കെയാണ് പറയുന്നത്. അതിനായി നമ്മുടെ ജോലിക്കാരെ പലരെയും അവർ വിശ്വസിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. ശത്രുതാ മനോഭാവം കൊണ്ടു നടക്കുന്നവരെല്ലാവരും കൂടെ ഈ സമയത്തിൽ ഒന്നാകൂ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ശാരദാമ്മ ചോദിക്കുന്ന, മോളെ ഇതിന് എങ്ങനെയാ ഒന്ന് രക്ഷപ്പെടുന്നത്? വിഷ്ണു നിരപരാധിയാണെന്നുള്ള കാര്യം എങ്ങനെയാ ഒന്ന് ബോധ്യപ്പെടുത്തുന്നത്? സ്പിരിറ്റ് ലോറിയിൽ വെച്ചവരെ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള ഏക മാർഗം. മേഡം അതാരാണെന്ന് കണ്ടെത്തുന്നത് വരെ വിഷ്ണു സാർ ഒളിവിൽ നിൽക്കുന്നത് തന്നെയാണ് നല്ലത്. മേഡം പല രീതിയിലുള്ള എതിർപ്പുകൾ വരും. മേഡവും സാറും ഒന്നിച്ചാണ് ഈ സ്പിരിറ്റ് ബിസിനസ് നടത്തുന്നതെന്ന് വരെ ആരോപണങ്ങൾ വന്നേക്കാം. മേഡം തളരരുത്, പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നേടണം. പരാജയപ്പെട്ടാൽ അകത്തു പോകുന്നതേ വിഷ്ണു സാറാ. ശാരദാമ്മ പറയൂ, അതേ മോളെ, സത്യം തെളിയിക്കാൻ ഒളിവിൽ പോയ വിഷ്ണുവിന് സാധിക്കില്ല. നിന്നെക്കൊണ്ട് മാത്രമേ അത് കഴിയത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ മോള് മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. തളരാതെ പിടിച്ചു നിൽക്കാനുള്ള മനസ്സ് തരണേയെന്ന് പ്രാർത്ഥിക്കുക. ഈശ്വരൻ്റെ സഹായത്താൽ ഈ പ്രതിസന്ധിയും നമുക്ക് തരണം ചെയ്യാൻ കഴിയും മോളെ. നിനക്ക് കഴിയും ശാലിനി, നിന്നെക്കൊണ്ടേ അത് കഴിയൂ എന്നിങ്ങനെ ശാരദാമ്മ പറയുമ്പോൾ ശാലിനിയുടെ മുഖത്തുണ്ടാകുന്ന ഒരു ഭാവവ്യത്യാസം. അതേ, പടപ്പുറപ്പാടിന് ശാലിനി ഒരുങ്ങിക്കഴിഞ്ഞു. കോവലൻ്റെ സത്യസന്ധത തെളിയിക്കാൻ വന്ന കണ്ണകിയെപ്പോലെ, മധുര എരിക്കാൻ പോന്ന കണ്ണകിയെപ്പോലെ ശാലിനി ഒരുങ്ങിക്കഴിഞ്ഞു. ശാലിനിയുടെ കണ്ണുകളിൽ കാണുന്ന ആ തീജ്വാല ചന്ദ്രബോസിനെയും സുസ്മിതയെയും എല്ലാം ചുട്ടരിക്കുമെന്നുള്ളത് ആ മുഖത്ത് തെളിഞ്ഞു കഴിഞ്ഞു. ഇതൊന്നും അറിയാതെ സത്യഭാമയും രാഘവേട്ടനും ഇരുന്ന് ചായയൊക്കെ കുടിച്ച് കുശലപ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. വിഷ്ണു ആണെങ്കിൽ ഇപ്പോൾ ഇവിടുന്ന് ശരിക്കും ഭക്ഷണം പോലും കഴിക്കുന്നില്ല എന്ന് പറയുമ്പോൾ രാഘവേട്ടൻ സത്യാമ്മ ഒന്ന് ഇളക്കാൻ വേണ്ടി, അതേ ശാരദാമ്മയുടെ വീട്ടിലെ ഭക്ഷണമായിരിക്കും ഇപ്പോൾ കഴിക്കുന്നത്. നീ ഇപ്പോഴുവേ അവനെ സംശയക്കണ്ണുകൊണ്ട് നോക്കുന്നോണ്ടാ നിനക്ക് ഇങ്ങനൊക്കെ തോന്നുന്നത്. അല്ലെങ്കിൽ തന്നെ അവനങ്ങോട്ട് പോയാലെന്താ? ശാലിനി അവൻ്റെ ഭാര്യയല്ലേ. അവരൊരുമിച്ച് ഭക്ഷണം കഴിക്കുകയോ അവരെവിടെങ്കിലും ബീച്ചിലോ പാർക്കിലോ എവിടെങ്കിലുമൊക്കെ പോയാലും നമുക്കെന്തെങ്കിലും പറയാൻ പറ്റുമോ? അവിടെ കഴുത്തി കിടക്കുന്നതേ വിഷ്ണു കെട്ടിയ താലിയാ. അല്ലെങ്കിലും എനിക്കറിയാം രാഘവേട്ടൻ എപ്പോഴും അവളുടെ പക്ഷത്തെ നിൽക്കത്തുള്ളെന്ന്. നിങ്ങൾ അച്ഛനും മോനും എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ചോദിച്ച ചോദ്യത്തിന് അവൾ ഇതുവരെ മറുപടി പറയാത്തിടത്തോളം കാലം എൻ്റെ മനസ്സിൽ നിന്ന് അത് സ്നേഹം വരില്ല. ഇതൊക്കെ ഫാമേ നമുക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളല്ലേ. മറ്റുള്ളവരുടെ മുന്നിൽ അവരിപ്പോഴും ഭാര്യയും ഭർത്താവുമാണ്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നൂർജഹാൻ എളുപ്പം അങ്ങോട്ട് വരുന്നുണ്ട്. സത്യാമ്മേ സത്യാമ്മേ, വിവരങ്ങളൊക്കെ അറിഞ്ഞോ? ഇനി അതാണോ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അയ്യോ എന്തുവാ മോളെ എന്നിങ്ങനെ രാഘവേട്ടൻ ചോദിക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാഘവേട്ടനും സത്യാമ്മയും ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. നൂർജഹാനിൽ നിന്ന് അവർ ഈ വിവരങ്ങൾ അറിഞ്ഞതിന് ശേഷം എന്താകുമെന്നുള്ളതും അറിയില്ല. നമ്മുടെ ശാലിനി ഝാൻസി റാണിയെ പോലെ പട നയിച്ച് യുദ്ധക്കളത്തിലോട്ട് പോകുന്നുണ്ട്. ചന്ദ്രബോസിനെതിരെയുള്ള തെളിവുകളുമായി നമ്മുടെ ശാലിനി എത്തുമെന്നുള്ള പ്രതീക്ഷയോടെ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.